നിങ്ങളുടെ സ്വന്തം സ്മിതക്കുട്ടി. സ്മിതക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ടേ ചെറിയൊരു പണിയിലാണേ. എന്താണെന്നറിയാമോ? ഒരു ഇൻസ്ട്രുമെൻ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ്സ് എ ബ്ലോയിങ് ഇൻസ്ട്രുമെൻറ്റ്. ഇത് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്. മെലോഡിക്ക എന്നാണ് ഇതിൻ്റെ പേര്. 2020 കോവിഡ് ടൈമിൽ ശ്യാമേട്ടന് ഞാനും കൂടെ ചെങ്ങാത്തം കൂടിയ സമയത്തെ മെലോഡിക്കയെ പറ്റി കേട്ടപ്പോൾ ശ്യാമേട്ടനോട് ഞാനത് പോയി വാങ്ങിച്ചോട്ടേ എന്നൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് പോയി വാങ്ങിയ സാധനം കേട്ടോ. അങ്ങനെ സ്വന്തമായി വായിച്ച് മെലോഡിക്ക വായിക്കാൻ പഠിച്ചു. എൻ്റെ സെൽഫ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രഞ്ച് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് 2 തരത്തിൽ വായിക്കാം. ഒന്ന്, ഇവിടെ ഒരു പൈപ്പുണ്ട്. ഇത് നമുക്ക് പൈപ്പ് ഇങ്ങനെ ഊരിയെടുക്കാം. പൈപ്പ് ചെറിയൊരു പൈപ്പാണ്. ഇവിടെ ഊരിയെടുത്ത് നമുക്കിതിങ്ങനെ ഫിക്സ് ചെയ്യാം. നമുക്ക് ഇരുന്നിട്ടൊക്കെ വായിക്കാം. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ട്, ബാക്ക് സൈഡിലൊരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിലൂടെ ഇങ്ങനെ കൈ കടത്തിയിട്ട് നമുക്ക് ഇങ്ങനെ വായിക്കാം. ദേ ഇങ്ങനെയാണ് നമ്മൾ മെലോഡിക്ക വായിക്കുന്നത്. ഇനി വേറൊരു മെത്തേഡിലും കൂടെ വായിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം ഇതേ ഞാൻ പ്ലേ ചെയ്യുന്നത് കേൾക്കണേ. കണ്ടോ? ഈ പാട്ട് ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായെങ്കിലേ എല്ലാവരും ഒന്ന് പറയണേ. അപ്പോൾ ഞാനിങ്ങനെ പല ഇൻസ്ട്രുമെൻസും സെൽഫായിട്ട് ട്രെയിൻ ചെയ്ത് വായിക്കാറുണ്ട്. റെക്കോർഡർ, ഫ്ലൂട്ട്, മെലോഡിക്ക, കീബോർഡ്, പിന്നെ ഇവിടെ ഒരു സൈലോഫോൺ എന്നൊരു ഇൻസ്ട്രുമെൻ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. വാങ്ങിച്ച് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത്, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷത്തെ കാര്യം, അങ്ങനെയൊക്കെ ആയി പോയതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ ഒന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ശ്യാമേട്ടനും പറയുന്നൊരു പരാതിയാണ്. അതെന്താണെന്നറിയാമോ? അതാണ് മടി. ഏറ്റവും വലിയ പ്രശ്നമാണ് ലേസിനെസ്. പിന്നെ ഇത് വേറൊരു മെത്തേഡിൽ ഇത് വായിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ പൈപ്പിനെ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം നമ്മളിത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ പൈപ്പ് ഇതൊരു മൗത്ത് പീസാണ്. മൗത്ത് പീസ് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു പൈപ്പ് ഇത് നമ്മൾ ഫിക്സ് ചെയ്യും. നമുക്ക് സ്റ്റേജിലൊക്കെ ടേബിളിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വായിക്കാം. ദേ പൈപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് വായിക്കുന്നതിൻ്റെ ഡെമോ ആണ് കാണിച്ചത്. ഞാൻ റോറോ റസ്പുഡിനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആ ട്യൂണിൽ വേറൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ പാട്ട് ഉദ്ദേശിച്ചല്ല വായിച്ചത്. പക്ഷേ എൻ്റെ ചെറുതിൽ ഞാൻ കേട്ടത് റസ്പുഡിൻ പാട്ടിനെ അടിച്ചു മാറ്റി വേറെ ട്യൂൺ ആക്കിയത്. അങ്ങനത്തെ ഒരു പാട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പോൾ വായിച്ച അതിനുദ്ദേശമല്ല, റസ്പുഡിൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മെലോഡിക്ക. എല്ലാവർക്കും മനസ്സിലായല്ലോ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൽ ഒന്നാണ് മെലോഡിക്ക. ഇനി അടുത്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ വരാം.
അതിനിടയ്ക്ക് ഞാൻ കീബോർഡ് വായിക്കാൻ പഠിച്ച കഥ എങ്ങനെയാണ്, എനിക്ക് പ്രചോദനമായത് എന്താണ് എന്നൊക്കെ ഉള്ള കഥയുമായിട്ടൊക്കെ ഞാൻ വീണ്ടും വരാം. അപ്പോൾ നമുക്കെല്ലാവർക്കും കാണാം. താങ്ക് യു.